bringing in the sheaves. We shall come rejoicing, bringing in the sheaves, bringing in the sheaves, bringing in the sheaves. We shall come rejoicing, bringing in the sheaves. Sowing in the sunshine, sowing in the shadows, bearing neither clouds nor wind, the chilling breeze. By and by the harvest and the labor ended, we shall come rejoicing, bringing in the sheaves. കൊയ്ത്തു കാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. വിതച്ചിടുക സ്വർഗത്തിന്റെ വിത്തം, ക്രിസ്തൻ സുവിശേഷം ഹൃദയങ്ങളിൽ. ആത്മമായി പെയ്യും, ദൈവം കൃപ ചെയ്യും, തരും കൊയ്ത്തിനെയും തക്ക കാലത്തിൽ. കൊയ്ത്തു കാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണയും പ്രീതി വാത്സല്യമുള്ള ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരവസരം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി തന്നതിനായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്നുള്ള വചനത്തിനായി സ്തോത്രം. ഒരു അധ്യയന വർഷം കൂടെ പൂർത്തീകരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ ഗ്രാജുവേഷൻ ദിവസത്തിലേക്ക് ജയോത്സവമായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി അതേ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കത്തുദാസന്മാർ, അതേ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതിനെല്ലാ നിലയിലും പിൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ അവിടുന്ന് കൂട്ടിക്കൊണ്ടതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിൽ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. അവിടുത്തെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഈ ആത്മീയ ശുശ്രൂഷയെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. Father God, we thank and praise you for this auspicious occasion. Lord, we once again remember all your blessings in our life. All through the last academic year, you were with us. You enabled us, our teachers, all the students, and the administrative wing. Thank you, Lord, for all your blessings. As we have gathered here for the graduation service, help us, a Lord. Bless us, our Lord. Let us experience your presence, our Lord. Let us experience the presence of the Holy Spirit. Father God, once again we submit all of us and all the programs today. Be with us, our Lord. Especially once again we commit the graduating students. Let them be a blessings in the coming days, coming years, our Lord. Once again we submit us. In Jesus' marvelous name we pray. Amen. Praising you heavens and all that's above, praising you angels and heavenly hosts. Let the whole earth praise Him. Praising the sun, moon and bright shining stars, praising you heavens and waters and skies. Let the whole earth praise Him. Great in power, great in glory,
ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെന്റെ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കെന്റെ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാനെന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലകിലവും നീക്കിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. 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 शांति देने वाले को आराधना, मुक्ति देने वाले को आराधना. शांति देने वाले को आराधना, मुक्ति देने वाले को आराधना. आराधना 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 आराधना. हालेलुया प्रभु को आराधना. आराधना आराधना हालेलुया प्रभु को आराधना. चंगा करने वाले को आराधना, छुटकारा देने वाले को आराधना. चंगा करने वाले को आराधना, छुटकारा देने वाले को आराधना. आराधना 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 आराधना. हालेलुया प्रभु को आराधना. आराधना आराधना हालेलुया प्रभु को आराधना. हालेलुया प्रभु को आराधना. We are grateful that the Lord has brought students from all different parts of India and the neighboring countries as well. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുമായി ഉള്ള വിദ്യാർത്ഥികൾ ദൈവവചനം പഠിക്കുവാൻ ഈ സ്ഥാപനത്തിൽ വന്ന് ഈ കഴിഞ്ഞ വർഷം ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിച്ചു. And we have 32 languages of India represented in the student body of India Bible College and Seminary. ഇന്ത്യയിലെ 32 ഭാഷകളിൽ ഉള്ളതായ വിദ്യാർത്ഥികൾ, ആ ഭാഷകളെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ ദൈവവചനം പഠിക്കുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. And I'm going to ask the students who represent some of those languages to come and recite the theme scripture this afternoon. എന്നാൽ അതിൽ ചില ഭാഷകളെ മാത്രം പ്രതികരിച്ചുകൊണ്ടുള്ള ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മുൻപോട്ട് കടന്നു വന്ന് ഈ ഗ്രാജുവേഷനോടനുബന്ധിച്ചുള്ളതായ ചിന്താവിഷയം, ആ വാക്യം അവരിവിടെ പറയുന്നതായിരിക്കും. They will recite scripture in 20 different languages. 20 വ്യത്യസ്ത ഭാഷകളിലാണ് അവർ ഈ വാക്യം ഇവിടെ നിങ്ങളുടെ മുൻപിൽ പ്രസ്താവിക്കുവാൻ പോകുന്നത്. Acts 9:31. Then the church throughout Judea, Galilee and Samaria enjoyed a time of peace. It was strengthened and encouraged by the Holy Spirit. It grew in numbers, living in the fear of the Lord. हिंदी. इस प्रकार सारे यहूदिया, सारे गलील और सारे समरिया में कलीसिया को चैन मिला और उसकी उन्नति होती गई और वे परमेश्वर के भय और पवित्र आत्मा की शांति में बढ़ती और चलती गई. తెలుగు కావున యూదయ గలిలయ సమరయ దేశములందంతటా సంఘము క్షేమాభివృద్ధి నొంది సమాధానము కలిగి ఉండెను మరియు ప్రభువునందు భయమును పరిశుద్ధాత్మ ఆదరణయు కలిగి నడుచుకొనుచు ఉండెను. mizo chudi chuan ko shon hote chu judai ram velate galile lam velate samari velate chuan an nget deu dewa muang takin anom ta tin lal pati de kin thalau thiang lim thamuanin anoma an lo pung tatertela. ଓଡ଼ିଆ ଏହି ପ୍ରକାରେ ସମୁଦାୟ ଜିହୁଦା ପ୍ରଦେଶ ଗାଲିଲି ଓ ସମୀର ନଗରର ମଣ୍ଡଳୀ ନିଷ୍ଠାପ୍ରାପ୍ତ ହୋଇ ସଦାପ୍ରଭୁଙ୍କ ଭୟ ଆଚରଣ କରି ଶାନ୍ତି ଭୋଗ କଲେ, ପୁଣି ପବିତ୍ର ଆତ୍ମାଙ୍କ ଦ୍ୱାରା ବଢ଼ିବାକୁ ଲାଗିଲେ. मराठी. अशा प्रकारे सर्व यहुदिया, गलील आणि समरिया या प्रदेशाच्या मंडळीला स्वस्थता मिळाली आणि तिची उन्नती होऊन ती प्रभूच्या भयात आणि पवित्र आत्म्याच्या समाधानात चालत असता वाढत गेली. ಕನ್ನಡ. ಹೀಗಿರಲಾಗಿ ಯೂದಾಯ, ಗಲಿಲಾಯ, ಸಮರಿಯ ಸೀಮೆಗಳಲ್ಲಿದ್ದ ಸಭೆಯು ಸಮಾಧಾನ ಹೊಂದಿತು ಮತ್ತು ಭಕ್ತಿಯಲ್ಲಿ ಬೆಳೆದು ಕರ್ತನ ಭಯದಲ್ಲಿ ನಡೆದು ಪವಿತ್ರಾತ್ಮನಿಂದ ಪ್ರೋತ್ಸಾಹವನ್ನು ಹೊಂದಿ ಹೆಚ್ಚುತ್ತಾ ಬಂತು. पंजाबी. इस तरह सारे यहूदिया, गलील ਅਤੇ ਸਾਮਰੀਆ ਵਿੱਚ ਵਿਸ਼ਵਾਸ ਸੰਗਤ ਨੂੰ ਸ਼ਾਂਤੀ ਮਿਲੀ
ਪ੍ਰਭੂ ਦੇ ਡਰ ਵਿੱਚ ਸੰਗਤੀ ਉਸਾਰੀ ਅਤੇ ਵਾਧਾ ਹੋ ਰਿਹਾ ਸੀ। ਉਹ ਪਵਿੱਤਰ ਆਤਮਾ ਦੀ ਮਦਦ ਨਾਲ ਵੱਧ ਫੁੱਲ ਰਹੀ ਸੀ। उर्दू। इस पर यहूदिया, गलीली और सामरिया के इलाके में फैली हुई कलीसिया को चैन नसीब हुआ और वो पाकरू की मदद से मजबूत और तादाद में बढ़ने लगी और खुदा के खौफ में जिंदगी गुजारने लगी। माओ सदुनो जुडिया गलीली ये सामरिया चर्च ऑफ खुले अमनी चिलुने मुथुरा को सोक्रो खोले नो फुले मुस लिप्यो इच अमो खोले नो सोमोक्रो परला परला मैथिली तकर बाद समस्त यहूदिया, गलीलिया, समरिया प्रदेश में विश्वासी मंडली का अत्याचार से आराम भेटल। प्रभु का आदर करे तो आज्ञा मानत मंडली मजबूत होत गेल और परमेश्वर के पवित्र आत्मा से प्रोत्साहित भय विश्वासी संख्या बढ़त गेल। गुजराती त्यारे आखा यहूदिया, गलील, सामरिया मंडली दृढ़ थईने शांति पामी अने प्रभुना भयमां तथा पवित्र आत्मा दिलासामां चालीने वधी गई। नेपाली त्यसरी सारा यहूदिया, गालील र सामरिया भरि मण्डलीमा शान्ति भयो र मण्डली सुदृढ भयो। परमेश्वरको भयमा रहँदै र पवित्र आत्माको सान्त्वना पाएर मण्डलीमा वृद्धि हुँदै गयो। कुकी जुडिया ले समारिया चुले गलीली गम्पुम्पी अवांग चमना अलेंगतन अमिजात अपुंगतुल तुलिन थगाउ थिंग थमोनिन पकाई गिंगिन अमिजात अपुंगतुल तुले। मारवाड़ी ऐसा नगले यहूदिया में, गलील में, समरिया में गिरिजाघर ने शांति मिलियो बचे वे प्रभु रा डर में पवित्र आत्मा री शक्ति में उन्नति की दोन गणति में बढ़ते ही गया। Renma lo Judea lo Samaria reni apinye ke huno humbe onkolo lo ampige shensho huno kenshikapina anyagu take huno chono भोजपुरी और ई प्रकार से तब यहूदिया और गलील और समरिया में कलीसिया के चैन मिलल और यो के उन्नति होइत रहल और वह सब प्रभु के भय और पवित्र आत्मा के शांति में चलत और बढ़त गए। कुई एडेंगी गुले जीवतानी गालीली एंगा समुद्र मनोरणिगा पे नजरे कबाड़ी गितु एंगा नियरडै सुपरजित वर्ष पांदना बड्डियातु। தமிழ் அப்பொழுது யூதேயா, கலிலேயா, சமாரியா நாடுகளிலும் சபைகள் சமாதானம் பெற்று பக்தி விருத்தி அடைந்து கர்த்தருக்கு பயப்படுகிற பயத்தோடும் பரிசுத்த ஆவியின் ஆறுதலோடும் நடந்து பெருகின. മലയാളം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യം. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നിവിടങ്ങളിലേക്കും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകി.